ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കിഡ്സ്. സോ ടുഡേ നമ്മൾ ആക്ഷൻ വേർബ്സ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും പല ആക്ഷൻ വേർബ്സും നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആകെ തപ്പിപ്പഴ വരും, സ്റ്റംബിൾ ചെയ്യും നമ്മൾ വേർഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ആക്ഷൻ വേർബ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, വല്ല ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ പുഷ് അല്ലെങ്കിൽ പുൾ എന്നായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ വലിക്കുകയാണോ ചെയ്യേണ്ടത്, തള്ളുകയാണോ ചെയ്യേണ്ടത് ഡോർ എന്നുള്ള കൺഫ്യൂഷൻ ആവും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പുഷ് എന്താണ് പുൾ എന്താണെന്നുള്ള കറക്റ്റ് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളുക, പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കുക. അപ്പോൾ പുൾ എന്നാണ് എഴുതി വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ പോയിട്ട് തള്ളരുത്, വലിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ വേർബ് ഇസ് പോയിന്റ് യുവർ ഫിംഗർ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോയിന്റ് യുവർ ഫിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ചൂണ്ടുക അല്ലെങ്കിൽ വിരൽ ചൂണ്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മുതിർന്നവരുടെ അടുത്തൊക്കെ എൽഡേഴ്സിൻ്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. സോ ഡോണ്ട് പോയിന്റ് യുവർ ഫിംഗേഴ്സ് അറ്റ് എൽഡേഴ്സ്. അതാണ് കേട്ടോ അതിൻ്റെ ഇംഗ്ലീഷ് വരിക. ഞാൻ ജസ്റ്റ് ഫ്രെയിം ചെയ്തു എന്നേ ഉള്ളൂ സെൻറ്റൻസ്. സ്വോട്ട്, സ്വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതുവൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ അടിക്കില്ലേ, അതിന് നമ്മൾ സ്ലാപ്പ് എന്നല്ല പറയുക, സ്വോട്ട്. സ്വോട്ട് ദറ്റ് മൊസ്കീറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊസ്കീറ്റോനെ അടിക്കാൻ, സ്വോട്ട്. ഓക്കെ, സ്ലാപ്പ് ദ മൊസ്കീറ്റോ അല്ല, സ്വോട്ട് ദി മൊസ്കീറ്റോ. ഷെയ്ക്ക്, ആട്ടുക. ഐ എം ഷേക്കിംഗ് ഹെഡ്, ഞാനിപ്പോൾ തല ആട്ടുകയാണ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുക. ഇതെന്താ? നോഡ്, നോഡ്, NOD, നോഡ്. ഞാൻ എന്താ കൈ കൊട്ടിയല്ലേ ചെയ്തത്. അപ്പോൾ കൈ കൊട്ടുന്നതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ടു ക്ലാപ്പ്, ക്ലാപ്പ്. കൈ കൊട്ടുക, കൈ അടിക്കുക എന്നൊക്കെ പറയും, ടു ക്ലാപ്പ്. ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പതുക്കെ ആട്ടില്ലേ, അതാണ് ഷേക്കിംഗ് ഹാൻഡ്സ്. ഐ എം ബ്ലിങ്കിങ് മൈ ഐസ്, ഞാൻ കണ്ണ് ചിമ്മുകയാണ്. സോ ബ്ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മുക. ഐ എം ബ്ലിങ്കിങ് മൈ ഐസ്. ഇനി നമ്മൾ ഇക്ലിയാക്കില്ലേ, ഇക്ലിയാക്കുന്നതിനെ പറയാണ് ടിക്കിൾ, ടു ടിക്കിൾ. ഇതെന്താ? ടു പഞ്ച്, ഇടിക്കുക, ടു പഞ്ച്. ഇതെന്താണ്? ചെവി വട്ടം പിടിക്കുക എന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനെ ആക്കുന്നതിനെയാണ് കപ്പിംഗ് ഇയേഴ്സ് എന്ന് പറയുക. സോ ഹിയർ ഐ ആം കപ്പിംഗ് മൈ ഇയേഴ്സ്. കാതോർക്കുക അല്ലെങ്കിൽ ചെവി വട്ടം പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ചെവിക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ വലിക്കില്ലേ, അതാണ് പുള്ളിങ് ഇയേഴ്സ്, പുള്ളിങ് ഇയേഴ്സ്. ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ സാധനത്തിനെ നമ്മൾ പൊക്കില്ലേ, ഇങ്ങനെ എടുക്കുക, പൊക്കുക, അതാണ് ലിഫ്റ്റ്, ടു ലിഫ്റ്റ്. ഞാൻ മിക്കപ്പോഴും വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെ കാണിക്കാറില്ലേ, അതെന്താ? വേവിങ് ഹാൻഡ്സ്, വേവിങ് ഹാൻഡ്സ്. ഇതെന്താണെന്നറിയോ? ഈ ഷോൾഡർ നമ്മൾ അറിയില്ല അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കും. ആ ഷോൾഡർ ഇങ്ങനെ പൊക്കി താഴ്ത്തുന്നതിനെയാണ് ഷ്രഗിങ് ഷോൾഡേഴ്സ് എന്ന് പറയുക. ഷ്രഗ്, ടു ഷ്രഗ്, ഷ്രഗിങ് ഷോൾഡേഴ്സ്. സോ ഹിയർ ഐ എം ഷ്രഗിങ് മൈ ഷോൾഡേഴ്സ്. ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷാണ് ടു ഹഗ്, ടു ഹഗ്. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? പിഴിയാണ് കേട്ടോ. പിഴിയുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ടു സ്ക്വീസ്, ടു സ്ക്വീസ്. നമ്മൾ രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കാണിക്കില്ലേ, അതിനെന്താ പറയുക? ടു സ്ട്രെച്ച്, ടു സ്ട്രെച്ച്. തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഉറയ്ക്കും അല്ലേ, അതിനെന്താ നമ്മൾ പറയുക? റബ്ബിങ് ഹാൻഡ്സ്, റബ്ബിങ് ഹാൻഡ്സ്, റബ്ബ്, റബ്ബ്, റബ്ബിങ് ഹാൻഡ്സ്. വഴുക്കലില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? വഴുക്കി വീഴുക എന്നൊക്കെ പറയും നമ്മൾ അല്ലേ, തെന്നുക, വഴുക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ടു സ്ലിപ്പ്, ടു സ്ലിപ്പ്. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ പറയാണ് തറയിൽ വഴുക്കലുണ്ട് കേട്ടോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദ ഫ്ലോർ ഇസ് സ്ലിപ്പറി, ദ ഫ്ലോർ ഇസ് സ്ലിപ്പറി.